എന്താടി മോളെ നിന്റെ ക്യാപ്പിച്ചീനോ ചോട്ട് വന്നില്ലേ? സമയാവുന്നല്ലേ ഉള്ളൂ, വരും. ആഹാ എന്താ ടൈമിങ്, ദേ വന്നു ആള്. ഞാനേ ഓർഡർ എടുത്തിട്ട് വരാം. സർ, ഓർഡർ. 1 cappuccino. ഓക്കെ സർ. എന്റെ പൊന്നിതയ കഴിഞ്ഞ 8 മാസമായി അങ്ങേര് ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അന്ന് മുതലേ ഈ ഓർഡർ എടുക്കാൻ ചെല്ലുന്നതാ. അയാൾ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായി നിനക്കറിയാം. പിന്നെ എന്തിനാ മോളെ ഈ മെനു കാർഡും പിടിച്ച് അങ്ങേരുടെ അടുത്തേക്ക് പോകുന്നേ? അറിയില്ല, മറ്റൊന്നും സംസാരിച്ചില്ലെങ്കിലേ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഒരു കൊതി. ഇത്ര കാലമായിട്ട് എന്നെ നോക്കിയിട്ടില്ല എന്നുള്ളത് സത്യ. എങ്കിലും ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലും പുള്ളിക്ക് അറിയില്ല. ഒരു പാവ. അയ്യടാ, ആകാശത്തുനിന്ന് ഇനി ഇറങ്ങി വാ. സ്വപ്ന, ദയ, എന്താ അവിടെ? ഓ, വന്നു പരട്ട കാലം. എന്താ രണ്ടാളും കൂടി ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത്? കസ്റ്റമേഴ്സ് വരുന്നത് കണ്ടില്ലേ? ജോലിക്ക് വന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കലല്ല വേണ്ടത്. എടാ പരട്ട ഏട്ടാ, കഫേയുടെ മുതലാളിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നാണ്ടല്ലോ. എന്റെ ഏട്ടനാണ് ഇവിടെ കെട്ടാൻ പോകുന്നവരാണ് എന്നൊന്നും ഞാൻ നോക്കൂല. വെട്ടി അരിഞ്ഞ് പിസയ്ക്ക് മോളെ ടോപ്പിംഗ്സ് ആയിട്ട് അങ്ങ് ഇട്ടു കൊടുക്കും ഞാൻ. അയ്യോ മോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. സോറി പറ. അത് വേണോ? വേണം. സ്വപ്നേ, അല്ലെങ്കിൽ നിങ്ങളൊന്നായാൽ അത് അങ്ങനെ ആണല്ലോ. സ്വപ്നേ, സോറി. എന്താണ് മോളെ, ആ മുതലിനെ 7-8 മാസം ആയില്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെ ദൂരെ നിന്നും വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കാനാണോ മോളുടെ ഭാവം? പോയി പറ, എന്നെ പോലെ ധൈര്യമായിട്ട്. എന്താടി, നിന്റെ വീട്ടുകാരുടെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്? അത് ഇവളുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നോ? ഉവ്വ, അന്ന് കൂട്ടത്തല്ലാവേണ്ടതായിരുന്നു. ഞാൻ പപ്പന്മാരെ പറഞ്ഞ് സമ്മതിച്ചതുകൊണ്ട് ഇപ്പൊ കെട്ടുവരെ എത്തി. ഇല്ലേലേ മാനസമേനയും വഴിയൊന്നും നടക്കായിരുന്നു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നീ അയാളോട് പറ, എന്നും വരും ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്യും, ഇരുന്ന ലാപ്പിൽ നോക്കും, കാണാനോട് കഥാലുക്ക് നോക്കി വെള്ളം ഇറക്കി നീ ഇങ്ങനെ നോക്കി നിന്നാലേ വേറെ വല്ലോളുമാരെ അയാളെ കൊണ്ടങ്ങ് പോകും. എന്നാ നിന്റെ ഈ ഊള കഫേക്ക് ഞാൻ തീയിടും, നോക്കിക്കോ. അയ്യോ, എന്റെ കഫേ. സ്വപ്നേ, ഒരു ഇൻഷുറൻസ് വാങ്ങി വെച്ചോ, മിക്കവാറും അവളത് ചെയ്യും. എന്താടി വരുന്ന സമയമായിട്ടും ആളെ കാണാത്തത്? നീ ടെൻഷൻ ആവാതെ, എന്തെങ്കിലും വർക്ക് കാണുമായിരിക്കും. നീ വരുന്നു. ഏതോ ഒരു പെൺകുട്ടി കൂടെ ചിരിച്ചും കളിച്ചൊക്കെ വരുന്നുണ്ടല്ലോ. സ്വപ്നെ, നീ പോയി ഓർഡർ എടുക്ക്. സാർ, ഓർഡർ. 2 ക്യാപ്പിച്ചിനോ. ഒച്ച വയ്ക്കാൻ കുട്ടി. നീ എന്തിനാ എന്നെ അവിടെ നിന്ന് വായും പൊത്തി പിടിച്ച് വലിച്ചോണ്ട് വന്നേ? അവിടെ നിന്നാലും നിന്റെ രുദ്രതാണ്ഡവം കാണേണ്ടി വരും, അതുകൊണ്ടാ. മാറങ്ങോട്ട്. അവരെന്താ പറഞ്ഞേ? 2 ക്യാപ്പിച്ചിനോ. ഓഹോ, കുടിപ്പിക്കാം. ക്യാപ്പിച്ചിനോ അല്ലേ? ഞാൻ പോയി 5 ഫോഴ്സിനെ വിളിക്കാം, അല്ലെങ്കിൽ അച്ഛനോട് കുഴി വെട്ടാൻ പറ, അല്ലെങ്കിൽ വേണ്ട ഷട്ടർ ഇടാം. ഓ, അവിടെ നിൽക്കി മനുഷ്യ. കോഫി. പിന്നെ ആ കൈയെടുത്ത് മാറ്റിയേ. എന്താ? തുടങ്ങി. ഓ, മിണ്ടാതിരിക്കും മനുഷ്യ, കേക്കട്ടെ. തോടി, അവൾക്ക് പേര് മാത്രമുള്ളത്. മറ്റുള്ളവരോട് അടിയുണ്ടാക്കുമ്പോ അവൾക്ക് ഒരു ദയയില്ല. അത് പറയാൻ നീ ആരാ? ഇനി 5 പിള്ളേരുടെ തള്ള. വാട്ട്? അത്
എന്ത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ പിള്ളേരുടെ അച്ഛനെ വളയ്ക്കാമെന്ന യക്ഷി എന്നെ ഇങ്ങേരെ കൂടെ ഇനി കണ്ടാലുണ്ടല്ലോ, നിന്റെ അണപ്പലും മുന്നിൽ നിൽക്കുന്ന ഈ 2 മുയലമ്പലും അടിച്ച് താഴെയിട്ട് നിന്റെ കൈയും കാലും വച്ച് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി ഇവിടെ വിൽക്കും ഞാൻ. കഴിഞ്ഞ 8 മാസം ഞാൻ സ്കെച്ചിട്ട് വെച്ചിരിക്കുന്ന മുതലാ അത്. എടാ കോട്ടിട്ട് അണ്ണാനെ, മര്യാദയ്ക്ക് എന്നെ നമ്മുടെ 5 പിള്ളേരെ നോക്കി ജീവിച്ചോണം. This is too much, Adi. ഹേയ് ശ്രദ്ധ, ഭാഗ്യം എന്റെ കടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്ത് പണിയായി കാണിച്ചത്? ഞാനതിനെന്താ കാണിച്ചേ? ദയാ, നിനക്ക് അയാളെ ഇഷ്ടാ, ശരിയാ. പക്ഷെ അയാൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾക്കടുത്ത് നിന്റെ പ്രണയം നീ പറഞ്ഞിട്ട് കൂടിയില്ല. അയാൾക്ക് ആ വന്ന പെൺകുട്ടിയാണ് ഇഷ്ടമെങ്കിലോ, മേ ബി അതയാളുടെ പ്രണയിക്കുന്ന പെൺകുട്ടിയാണെങ്കിലോ? പ്രണയിക്കുന്നതിന് തെറ്റ് പറയില്ല, പക്ഷെ ആ പ്രണയമില്ലെങ്കിൽ പിന്നെ പിടിച്ചു വാങ്ങാൻ നിൽക്കരുത്. ദയാ മോളെ, ഏട്ട ഇന്നേ വരെ മോളെ ഒന്നും നിന്ന് എതിർത്തിട്ടില്ല, എല്ലാത്തിനും കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പ്രണയം മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തിന് ഒരു ബാധ്യതയാവരുത്. സ്വപ്ന പറഞ്ഞത് ശരിയാ മോളെ, ഇന്ന് ഇച്ചിരി കടന്നുപോയി. സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, മോൾക്കുള്ളതാണെങ്കിൽ മോൾക്ക് തന്നെ കിട്ടും. മോളൊരു കാര്യം ചെയ്, നാളെ ആള് വരുമ്പോ ഒരു സോറി അങ്ങ് പറഞ്ഞേക്കും. ചെന്ന് പറ. ഇത് കൊടുത്തിട്ട് ചെന്ന് പറ. ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ ആകെ സങ്കടം വന്ന് ചെയ്തു പോയത് ഇന്നലെ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പോയില്ലേ? പോയോ? ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് മടക്കിക്കൊണ്ടുവരാം. ഞാൻ പറയാൻ കാര്യങ്ങള്. എനിക്ക് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, ഇയാൾക്ക് അവളോട് ഇഷ്ടമാണെന്ന്. അതില് ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്? ഇല്ല. അപ്പൊ അല്ലേ? അല്ല, എന്റെ പൊന്നു ദയ, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിഞ്ഞേക്കൊള്ളാം. ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്ത്? എന്നെ ഇഷ്ടംപോലെ 8 മാസമായി സ്കെച്ച് ഇട്ടിരിക്കുക എന്നൊക്കെ. അത് സത്യം. ഓരോ എന്ന് അതിനൊക്കെ മുന്നേ എക്സാക്ട് പറഞ്ഞാൽ 1 വർഷം എനിക്ക് നിന്നോടുള്ള പ്രണയം തുടങ്ങിയിട്ട്. അതേടോ, അല്ലെങ്കിൽ പിന്നെ ഈ സിറ്റിയിൽ ഇത്രയും കഫേ ഉണ്ടായിട്ട് ഞാൻ ഡെയിലി ഇവിടെ തന്നെ വരൂ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതെ. ഞങ്ങളുടെ ഫാമിലി കുട്ടികളുടെ ഇടയ്ക്ക് ബോറടിച്ചപ്പോ എന്നെ പഠിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എനിക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷെ വന്നത് ദൈവനിശ്ചയമായിരുന്നു തോന്നുന്നു. ദൈവം ഇവിടെ എത്തിച്ചത് നിന്നെ കണ്ടുമുട്ടാനാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഏട്ടന്റെ പ്രണയം ശക്തമായി എതിർത്ത് കൊണ്ടിരിക്കുന്ന തന്റെ വീട്ടുകാരുടെ നേരില് ഏട്ടനും സുഹൃത്തിനും വേണ്ടിയിട്ട് സങ്കടത്തോടെ മുന്നിൽ വന്ന് വീട്ടുകാരുടെ മുന്നിൽ വാദിക്കുന്ന കുട്ടീനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഒരു ഇൻട്രസ്റ്റ് തോന്നി ആദ്യം എടുത്ത് പറഞ്ഞു നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. സ്റ്റഡീസ് എല്ലാം ഫസ്റ്റ് റാങ്കോടെ പാസ്സായി സ്വന്തം കഫേയില് വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കുമ്പോൾ നീ വല്ലാണ്ട് ഡിസ്റ്റർബ് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഐ ആം ഇൻ ലവ് വിത്ത് യു. അങ്ങനെ ഡെയിലി നിന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെറുതെ ഒരു ലാപ്ടോപ്പിൽ തുറന്ന് ഇവിടെ ഞാൻ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വീണ്ടും കണ്ണുകള് എനിക്ക് കാട്ടിത്തന്നു നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ നീ പറയാൻ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നീ പറയത്തില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ എന്റെ ഫ്രണ്ട് ശ്രദ്ധയോട് ഈ കാര്യം പറഞ്ഞത്. അവളാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ചെയ്തത്. എന്റെ മോളെ, എനിക്ക് വേണ്ട നിന്റെ 5 കൊച്ചുങ്ങളുടെ അച്ഛന്.
ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് നീ എന്റെ വരച്ച് കീറിയെന്നാ ഞാൻ വിചാരിച്ചത്, അല്ലടാ. ഞാൻ ബില്ലെടുത്തിട്ട് വരാം. നീ സമ്മതിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് ഒരുമിച്ച് ക്യാപ്പച്ചീനോ കുടിക്കാം. യെസ്. ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே மாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே. சிந்தாழை மங்கை வண்ணம் மை கொண்ட கண்ணும் நின்னும் வாரணாலும் நெஞ்சில் வாழ்வெல்லாம் மன்னன் அன்பில் வான் சிந்தும் தேனாரமுதம் தானாகும் இருமண இன்பம் மாலை தோரணம் மாலை அசிய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலி கண்ணுக்கு நிறைஞ்ச கல்யாணம். അതേട്ടാ എണീറ്റേ മര്യാദക്ക്. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്കുള്ള ഫുഡ് പിന്നെ ദേ ആ 4 എണ്ണത്തിനും കൂടെ തിന്നാൻ കൊടുക്കാനുള്ളതാ. എന്റെ പെണ്ണ് ദയ, നീ ഇപ്പോഴല്ലേ ഒരു ഫുൾ ബിരിയാണി കഴിച്ചത്? ഓ അതിലെ വയറ്റി കിടക്കുന്ന നിങ്ങളുടെ വ്യക്തിയുള്ളതായിരുന്നു. ഇനി എനിക്ക് ആകെ നോക്കുകയാണല്ലേ. തീർച്ചയായും ഞാനന്ന് വെറുതെ ഒരു ഫോയ്ക്ക് പറഞ്ഞതല്ലേ 5 പിള്ളേരെന്നൊക്കെ. അത് നിങ്ങൾ സീരിയസ് ആക്കിയത് കൊണ്ടല്ലേ. 5 എന്നുള്ളതാറാക്കിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഒറ്റ കീഴ് വെച്ചല്ലേ ഞാൻ. വയറ്റിലുള്ളതൊന്ന് പുറത്ത് വരട്ടെ, എന്നിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോഴേക്കും നമുക്ക് 6ാമത്തേനുള്ളത് നോക്കാം. ഇങ്ങനെ if you touch me, I will kill you. പിന്നെ ഈ വാ പിന്നെ
നശിപ്പിച്ചു. என்னை கொஞ்சம் மாற்றி என் நெஞ்சில் உன்னை ஊற்றி நீ மெல்ல மெல்ல என்னை கொல்லாதே. நேற்றும் இன்றும் வேற என்று காணும் நானும் நானா உன் பேச்சில் என்னை வீழ்த்து சொல்லாதே. நீ ஒன்று சொல்லணும், உன் முகத்தை பார்த்து சொல்லணும், தனிமை கொஞ்சம் கிடைக்க கூடாதா? நானும் மாறி போனதே, என் மனிதம் கூடி போனதே, அது தெரிந்தால் நீயே சொல்ல